ദേശീയപാത 66-ൽ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ഗതാഗതയോഗ്യമായ അടിപ്പാത നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് കർമ്മസമിതി നടത്തിവരുന്ന സമരം 2ാം മാസത്തിലേക്ക് കടക്കുകയാണ്. അനിശ്ചിതകാല റിലേ സത്യാഗ്രഹ സമരം 57 ദിവസവും ഉപവാസ സമരം 38 ദിവസവും പിന്നിട്ടു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും വിവിധ സംഘടനകളെയും ചേർത്ത് കർമ്മസമിതി നേതൃത്വത്തിൽ നടത്തിവരുന്ന അനിശ്ചിതകാല റിലേ സത്യാഗ്രഹ സമരം 57 ദിവസവും ഡിസംബർ 1 മുതൽ ആരംഭിച്ച ഉപവാസ സമരത്തിന്റെ 38ാം ദിനവും പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ദിവസവും ചുരുങ്ങിയത് 5 പേരാണ് റിലേ നിരാഹാര സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു വരുന്നത്. സമരം 2 മാസം പൂർത്തിയാകാൻ പോകുമ്പോഴും ദേശീയപാത അധികൃതരുടെ ഭാഗത്തുനിന്നും നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തുനിന്നും അനുകൂലമായ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. 38ാം ദിനത്തിലെ ഉപവാസ സമരത്തിൽ കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷനാണ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എത്തിയത്. എന്തുകൊണ്ട് ഇനി എത്ര ത്യാഗം സഹിക്കേണ്ടി വന്നാലും നമ്മിത് നേടിയെടുക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, ഞങ്ങളിപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നമുക്ക് ഇന്നിപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനാണ് നമ്മുടെ എം പി. അദ്ദേഹത്തെ ഇതിന്റെ തുടക്കം മുതലേ വളരെ ഉപാധ്യക്ഷ ഉൾപ്പെടെ ഞങ്ങളുടെ പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വത്തിൽ ആദ്യം മുതലേ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടിരുന്നു. പക്ഷെ ഇപ്പൊ ഈ അടുത്ത ദിവസം പോലും വിളിച്ചപ്പോൾ അദ്ദേഹം ഞാൻ അതിനുവേണ്ടി പരമാവധി കാണിക്കാതെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നത് അനുകൂലമായ നോ പറയാൻ കഴിഞ്ഞിട്ടില്ല ആർക്കും അധികൃതർക്ക്. അപ്പൊ മിക്കവാറും നമുക്ക് അനുകൂലമായ ഒരു പരിഗണന വൈകാതെ കിട്ടും എന്നതാണ് നമ്മുടെ പ്രതീക്ഷയുള്ളത്. കർമ്മസമിതി വൈസ് ചെയർമാൻ കെ കുമാരൻ മാസ്റ്റർ, പി ദാമോദരൻ, കെ ആശാലത, കെ കരുണാകരൻ, പി ശശിധരൻ എന്നിവർ നിരാഹാരമിരുന്നു. സമാപന യോഗത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നാരായണൻ സമരക്കാർക്ക് നാരങ്ങാ നീര് നൽകി. കൺവീനർ മുകേഷ് ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ വർക്കിംഗ് ചെയർമാൻ ടി രാജൻ അധ്യക്ഷത വഹിച്ചു. CPIM ചെറുവത്തൂർ ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി പി സുകുമാരൻ, കെ ഭാസ്കരൻ, ട്രഷറർ രഞ്ജിത്ത് സി, പി വിജയകുമാർ, നാരായണൻ മാസ്റ്റർ, എം അംബുജാക്ഷൻ, കെ സത്യപാലൻ, കെ രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.